സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVMലേക്ക് സ്വാഗതം. അപ്പോൾ ട്രംപ് ഭീഷണി തുടരുകയാണ് ഇറാനെതിരെ. ആണവ കരാറിന് ഉടൻ തയ്യാറായില്ലെങ്കിൽ ഏത് സമയവും ഗംഭീരമായ ആക്രമണം ഇറാന്റെ മേൽ ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് നമ്മുടെ ട്രംപ്. ട്രംപിന് എന്ന് പറയുന്നത് ആവശ്യം എന്ന് പറയുന്നത് ഒരു മാനസിക വൈകല്യം ഉണ്ടാകുന്ന സംശയമാണ്. മാനസിക വിഭ്രാന്തി ഉള്ള ഒരു മനുഷ്യനായിട്ടാണ് ലോകം കണക്കാക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണെന്നോ പ്രവർത്തിക്കുന്നത് എന്താണെന്നോ അദ്ദേഹത്തിന് തന്നെ യാതൊരു നിശ്ചയമില്ല. ഇങ്ങനെയുള്ള വട്ടിളവിയ ആൾക്കാർ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം വിഡ്ഢിത്തം എന്താണെന്ന് നമുക്ക് ആലോചിച്ചിട്ട് പിടിക്കുന്നില്ല. അതായത് വെറുതെ ഒരു കാരണവുമില്ലാതെ വെനിസ്വേലയിൽ കയറി അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യയും പിടിച്ചുകൊണ്ട് വരിക. വെനിസ്വേല എന്ത് ചെയ്തിട്ടാണ് അവിടെ പോയി ആക്രമിക്കാൻ പോയത്? അവരെ പിടിച്ചുകൊണ്ട് വന്ന് അമേരിക്കയിൽ തടവറയിൽ പ്രവർത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ അതിനേക്കാൾ ഭയാനകമായിരിക്കും ഇറാനെതിരെ ഉണ്ടാകുന്ന ആക്രമണം എന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ആണവ കരാർ ഉടൻ നടപ്പാക്കണം, ഉടൻ തയ്യാറാവണം, ഇല്ലെങ്കിൽ ആക്രമിക്കുമെന്നാണ്. അപ്പോൾ ആണവ കരാർ എന്ന് പറയുന്നത് എന്താണ്? ആണവ കരാർ ആർക്കെല്ലാം ആണവ ആയുധങ്ങൾ ഉണ്ട്? ഇതൊക്കെ അമേരിക്ക എന്തിന് പെർമിഷൻ കൊടുക്കണം? അമേരിക്കയുടെ പെർമിഷൻ ഉണ്ടെങ്കിലേ ആർക്കും അണുവായുധം ഉണ്ടാക്കാൻ അവകാശമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇസ്രയേലിന് അവകാശം ആര് കൊടുത്തു? അമേരിക്ക കൊടുത്തതാ? ഇസ്രയേലിനെതിരെ എത്രയോ പ്രമേയങ്ങൾ UN പാസ്സാക്കിയിട്ടുണ്ടല്ലോ. എന്തെങ്കിലും നടപടികൾ എടുത്തിട്ടുണ്ടോ? അയാൾ തന്നെ, അവിടുത്തെ നെതന്യാഹു പ്രധാനമന്ത്രി തന്നെയാണ് യുദ്ധ കുറ്റവാളിയായി UN പ്രഖ്യാപിച്ചിട്ടുള്ളത്. അറസ്റ്റ് വാറന്റ് ഉണ്ട്. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അപ്പൊ അമേരിക്കയ്ക്ക് താല്പര്യമുള്ളവരെ അറസ്റ്റ് ചെയ്യണ്ട, അവിടെ ആക്രമിക്കില്ല. അമേരിക്കയുടെ പിണിയാളികളായി നിൽക്കുന്നവർക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല, അല്ലാത്തവരെ അമേരിക്ക തകർക്കും, തരിപ്പണമാക്കും എന്നുള്ള ഭീഷണിയാണ്. ഇതിനെ ഒറ്റക്കെട്ടായി ജനാധിപത്യ വിശ്വാസികൾ, ലോകത്തുള്ള പല രാഷ്ട്രങ്ങളും ഇന്ന് അതിന് അമേരിക്കയ്ക്ക് എതിരായിട്ട് വന്നിട്ടുണ്ട്. ആദ്യം പറയുന്നു വെനസ്വേലയിൽ അങ്ങനെ ഉണ്ടാക്കി പ്രശ്നം. രണ്ടാമത് പറയുന്നു ഗ്രീൻലാൻഡ് ഞങ്ങൾ വീണ്ടെടുക്കും, ഗ്രീൻലാൻഡ് ഞങ്ങളുടെ വകയാണ്, അത് ഞങ്ങൾക്ക് വേണം. ആ ഒരു കാരണം കൊണ്ട് യൂറോപ്യൻ യൂണിയനുമായിട്ട് തെറ്റി. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ എന്താണ് ചെയ്തത്? പിന്നെ ഇന്ത്യയുമായിട്ട് സൗഹാർദ്ദം സ്ഥാപിക്കുന്നു, ഇന്ത്യയുമായി പല കരാറുകൾ, വ്യാപാര കരാറുകൾ ഒപ്പിടുന്നു. അപ്പോൾ അമേരിക്കയ്ക്കെതിരെ ആരെന്ത് സ്റ്റാൻഡ്